അമ്മമ്മ പുതിയ തലമുറയിലെ കുട്ടികളോട് ഇങ്ങക്കൊന്നും പറയാനുള്ള ഉപദേശം പറയുന്ന കുട്ടികൾ കുത്തക്കോട് കളിക്കറ് നല്ല നിലയിൽ പഠിക്കണം, നല്ല ഇതായിട്ടുള്ള വളരണമെന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇപ്പൊ ഫോണല്ലേ കുട്ടികളല്ലോ. ആ പിന്നെന്നാ പറയണ്ട് കുട്ടികളോട്. പക്ഷെ എല്ലാരും ഇപ്പൊ ഫോൺ കൊണ്ടല്ലേ കളിക്കുന്നു. അല്ല അതന്നെ നല്ല നിലയിലെല്ലാം പഠിക്കണമെന്നെല്ലാം നമ്മള് പറയുന്നില്ല അപ്പൊ കുട്ടികൾ കേൾക്കുവാ. പക്ഷെ കേൾക്കണ്ടേ? അല്ല കേൾക്കൂലോ. അതല്ലേ അതല്ലേ പറയുന്നത്. നമ്മള് പറയുമ്പോ അപ്പാണ്ട് അവിടെ പാടുകൊണ്ടൂല്ലേ. പക്ഷെ അതവർക്ക് വലുതായല്ലേ മനസ്സിലാവൂല്ലേ. അങ്ങനെയല്ലല്ലേ പറയണ്ടത്. പിന്നെന്നാപ്പ പറയണ്ട്. നിങ്ങളെ കുട്ടിക്കാലത്തോ? നമ്മളെ കുട്ടിക്കാലത്തുള്ള പോലെയാ ഇപ്പൊ ഉള്ളത്. നമ്മളെ കുട്ടിക്കാലത്ത് എന്തെന്നാ വലിക്കൊണ്ട് മട്ടലുണ്ട് വെല്ലുത്തലും ഇതെല്ലാം ഉള്ള കളി. അന്നേരം എന്തെന്ന് മോരോ പാള കുത്തിയിട്ട് മോരോ വാങ്ങിക്കൊണ്ടുവരിക, ഇതെല്ലല്ലേ പണ്ടത്തെ. എന്നിട്ട് അമ്മയും അച്ഛനെല്ലാം വരുമ്പോഴേക്ക് എല്ലാം പിന്നെ കുത്തിയാർമെല്ലാം പോയാൽ മീൻ വാങ്ങിയിട്ട് വരുമ്പോഴേക്ക് ഞാൻ പള്ളിയെടുത്തുണ്ടാക്കും, കത്തിയെടുത്തുണ്ടാക്കും, പിന്നെ വെള്ളം എടുത്തുണ്ടാക്കി, ഇങ്ങനെയെല്ലാം നമ്മളെ കളി ഉണ്ടാല്. പക്ഷെ നിങ്ങളെല്ലാം വളർന്ന എങ്ങനെ കുട്ടികൾ അറിയുന്നുണ്ടല്ലേ? ഇപ്പോഴത്തെ കുട്ടികൾ കാറ്, ബൈക്ക്, ഫോണ്, അടിച്ചുവാരലോ അമ്മ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വണ്ടി ഇതെല്ലാം അമ്മ വരുമ്പോഴേക്കെല്ലാം ഒരുക്കണം. വെള്ളം പാളി കൊണ്ട് വെള്ളം വെച്ചുണ്ടാക്കണം. ഇതല്ലേ അന്നത്തെ മോട്ടറിന്റെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാല് വെള്ളം പാത്രത്തിലെത്തിയല്ലേ. അങ്ങനെയല്ലാണ്ട് പണ്ടത്തെ ജീവിതം പുതിയ തലമുറയിലെ കുട്ടികൾ അറിയുന്നുണ്ടോ? ഇടയൊക്കെ അന്നു റോഡില്ലാലോ ഇടയിൽ പോയിട്ട് ചാണകം പെറുക്കി കൊണ്ടുവരിക. പശുക്കോളയെ കൊണ്ട് ഇങ്ങനെ പോകും, രാവിലെ ബൈക്കും. അപ്പോഴേക്ക് റോഡ് ഇടയിൽ നിറച്ചു തൂറിയായി. അന്നേരം അത് പോയിട്ട് പെറുക്കി കൊണ്ടുവരും എല്ലാ കുട്ടികളും. പ്രധാന വരുമാനം കൃഷിയും പശുക്കളല്ലേ. അങ്ങനെയല്ല. പിന്നെ അച്ഛനും അധികം പണിക്ക് പോയാൽ അച്ഛൻ പുരട്ട് തേപ്പിന് ഇതെല്ലാം പോകുക. മാപ്പിള പൊരി അധികം ഉണ്ടാകുക. ആടെ പോയിട്ട് അരിയോ സാധനമോ എല്ലാം വാങ്ങിക്കൊണ്ട് വരും. ആടന്ന് തരും മുതിര, അരി, തേങ്ങ. എത്ര ദൂരം നടന്ന്? കുറേ ദൂരം നടന്നിട്ട് പോകണ്ടേ? പിന്നെ ഉണക്കയില ഇന്നത്തെ പോലെ മീൻ വരുമെങ്കിലും അന്ന് കൂത്തുപറമ്പ് പോയിട്ടെങ്കിലേ മീൻ കിട്ടും. കൂത്തുപറമ്പ് നടന്നിട്ടാ പോവാ? കൂത്തുപറമ്പിൽ നടന്നിട്ട് പോകണം. പിന്നെ അമ്മ ഓല മടങ്ങി 6 ഓലയെല്ലാം മടങ്ങി കൊണ്ട് പോകും. കൊള്ളി കെട്ടിയിട്ട് കൊണ്ടുപോകും. കൊള്ളി കെട്ടിയിട്ട് അമ്മ കൊണ്ടുപോകുമ്പോ നമ്മളെ കൂട്ടു. അന്നേരം അമ്മ വീടിയൊക്കെ പുറക്കെല്ലാം വാങ്ങൂലേ കൊള്ളി. പിന്നെ ഓല വീടിയൊക്കെ എല്ലാം എടുക്കൂ. ഇന്നുണ്ട് ഓല വാടകന്ന്. അന്നേരം അമ്മേന്റെ കൂട്ടി ഓലയൊക്കെ എടുത്തിട്ട് പോകും. വീടിന്റെ ഓല എല്ലാം തെങ്ങുമെന്ന്. അന്നേരം ഈ മാസം ആകുമ്പോൾക്ക് 2 കെട്ടെല്ലാം കൊത്തിയിട്ട് ഓലപ്പടിയല്ലേ അന്ന് തേച്ചു. എല്ലാ വീടും പടിയെല്ലാം ഓല കൊണ്ട് കെട്ടി പുല്ലെല്ലാം വേണ്ട. കാട്ടുപുല്ലേരിയ പോകണം. നമ്മളൊന്നും എല്ലാവരും വന്നില്ല. അതെല്ലാം തന്നെയല്ലേ. ബോർഡൊന്നും ഉണ്ടാവില്ല എഴുതി കാണിക്കാൻ? സ്കൂളൊരു ബോർഡും ചോക്കും ഉണ്ടാവും. അപ്പൊ ഈ പൂഴിയിൽ എന്തിനാ എഴുതി? പൂയില് ഇപ്പൊ ബുക്കിലെഴുതിക്കുന്ന കുട്ടികളാ. 3 പേരെല്ലാം പൂയിലാ എഴുതിക്കുക. അപ്പൊ ബുക്കൊന്നും കൊണ്ടോണ്ട? സ്കൂളിലേക്ക് ബുക്കൊന്നും കൊണ്ടുപോണ്ടേ? ബുക്ക് വയ്യാറ്റേ ഉണ്ടാവും. 3, 4, 5 അങ്ങനെയല്ലേ. ഈ ഓലയിലാ എല്ലാം എഴുതിത്തരും. അന്നത്തെ ഓലയിൽ ഓലക്കെട്ടെന്ന് പറഞ്ഞാൽ ഒരു ജാതി ഓല ഉണ്ടേനു. അന്നേരം മാഷുണ്ടാവില്ല അന്ന്. ഓലാന്ന് പറഞ്ഞ അങ്ങനത്തെ ഓലയല്ല. ഒരു അന്നെല്ലാം ജാതകല്ലേ ഓലയിലാ എഴുതുക. അറ്റ ഓലയാ സ്കൂളിൽ കൊണ്ടുപോകുക. അതിങ്ങനെ അതിന് നടുക്കൊരു തുളയുണ്ടാവും. എന്നിട്ട് അന്നേരത്തേന് ഇങ്ങനെ ഒരു ചരടെല്ലാം മണ്ടിരിച്ച് കെട്ടിയിട്ട് അങ്ങനെയല്ല ഉണ്ടാകുക. അങ്ങനെയല്ല. നമ്മളെ ഓർമ്മയിലെല്ലാം ഉള്ളു. അതാണ്. ബുക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ സ്ലേറ്റും ബുക്കും എല്ലാം പിന്നെ അതിനുണ്ടോ. നമ്മളെല്ലാം പോകുമ്പോ അങ്ങനെ തൊണ്ടും പൂയോ എല്ലാം എടുത്തിട്ട് അടുത്ത് ഒട്ടും പോയില്ല. ഞാൻ കുറച്ചെല്ലാം ഒരു പൂയില്ലല്ലേ
ചൊരച്ചു നോക്കാതെ അതിനകത്ത് പൂയിലല്ലേ എറിക്കാ ഒരു സ്കൂളിൽ തൊണ്ടുണ്ടാവും സ്കൂളിൽ നിന്നോ ഓലെ സ്കൂളിൽ നിന്ന് എഴുതിക്ക സ്കൂളിൽ നിന്ന് ഒരു വെള്ളത്തിന്റെ തൊണ്ട് ചെത്തു എല്ലാ കുട്ടികൾക്കും എന്നിട്ട് ചെത്തിട്ട് അതിനൊരു തോളം വെക്കും പൂയി കൊണ്ടുപോകെ എടന്നറിന്റെ വെള്ളത്തിന്റെ തൊണ്ട് ആ പിന്നെ ഓല വട്ടേത് ഒരു പനിയോല എന്തോ ഉണ്ട് ഏതെന്ന് അന്ന് ജാതകമല്ല അതിൻ്റെ അകത്താ കരുതുക ആ പിന്നെ എന്നിട്ട് അതിൻ്റെ അകത്ത് ആ പൂയു ജോലിയാ കൊണ്ടുപോവുക പഠിക്കേ ആ കൊണ്ടുപോവുക എന്നിട്ട് അത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ബെഞ്ചും മല്ലിടത്തിട്ട് മാഷ് ഇങ്ങനെ ഏറിക്കുമ്പോൾ ചില കുട്ടികളെ പിടിച്ച് കൈ ഉരച്ചു കൊണ്ടു പൂയിന്ന് അല്ല നിങ്ങൾ ഉണ്ടാകുക വരുത്തുണ്ടാകുക ഒരു കുപ്പായവും അതും ഇതും എല്ലാം ഉണ്ടാകാൻ ചാണകം മെഴുകിട്ടല്ല നിലെല്ലാം ചാണകം മെഴുകിയല്ല ഇതേപോലെ മാർബിളും ടൈലും ഈ ചാണകത്തിന്റെ വഴി അത് ഓണം വിഷു എല്ലാം വരുമ്പോ എല്ലാ ആഴ്ചക്ക് രണ്ടാഴ്ച കൂടുമ്പോ എല്ലാം ചാണമെല്ലാം തേക്കണ്ടേ അത് ചാണകം പിന്നെ കുളിരുക ഇടയപ്പ് കൈ ധരിച്ചിട്ട് അതെല്ലാം കൂട്ടിയിട്ടാണ് കുളിർമാവല്ലേ ആ കുളിർമാവിന്റെ അപ്പ് കൂട്ടിയാൽ നല്ല ഉത്സവം ഉണ്ടാവും ആ അതിനെ മടങ്ങി വെച്ച് ഞാനിപ്പോ ഒരു മടൽ ഓലി കൊണ്ട് 3 ഇന്നാക്കും ഉം, ഉം. തുച്ഛം വേറെ ആക്കി ഒരു ഓലേനെ കൊണ്ട് 3 മടലാ 3 ഇന്നാക്കും ഒരു ഓലേനെ അത് ഒരു മടൽ എന്ന് പറഞ്ഞിട്ട് 2 ചിഹ്നം അത് പിന്നെ ഒരു ചിഹ്നം ഉണ്ടാവും അത് നമുക്ക് കിട്ടുക ആ കിട്ടുന്ന നല്ലോണമായിരിക്കണം ഉം. അതിന് താല്പര്യം വരുമ്പോഴേക്ക് 10, 200, 300 മണ്ടൽ ഓല വെക്കും അമ്മ ഉള്ളേരെ അമ്മ പോയരേ ഞാൻ പിന്നെ എടുക്കലുള്ളൂ ആ അമ്മ ഉള്ളേരെ അമ്മ എല്ലാം അമ്മ കീറിയിട്ട് കൊടുക്കുക